നരേന്ദ്രമോദി സമ്മാനിച്ച വജ്രം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ തനിക്ക് അതിന് സാധിച്ചില്ല. വെളിപ്പെടുത്തലുമായി മുൻ US പ്രഥമ വനിത ജിൽ ബൈഡൻ രംഗത്ത്. ഈ ആഴ്ച പുറത്തിറങ്ങിയ അവരുടെ ആത്മകഥയായ വ്യൂ ഫ്രം ദി ഈസ്റ്റ് വിങ് എ മെമ്മർ എന്ന പുസ്തകത്തിലാണ് ജിൽ ബൈഡൻ ആകട്ടെ വൈറ്റ് ഹൗസിലെ അനുഭവങ്ങളും വിദേശ നേതാക്കളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളെ കുറിച്ചുള്ള രസകരമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച വജ്രം തനിക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കടുത്ത നിയമങ്ങളും ആ വിലമതിപ്പും കാരണം അത് തിരികെ നൽകേണ്ടി വന്നു എന്നതാണ് അവർ ആ പുസ്തകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ വെളിപ്പെടുത്തലായിരുന്നു ജിൽ ബൈഡൻ നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് വിലമതിക്കാനാകാത്ത ഒരു വജ്രമാണ് സമ്മാനമായി നൽകിയത്. ഇത് സ്വന്തമാക്കാൻ ഒരുപാട് ആഗ്രഹവും ഇത് സൂക്ഷിച്ചു വെക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ പോലും അമേരിക്കൻ നിയമങ്ങളും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കർശന ചട്ടങ്ങളും കാരണം അത് തിരികെ നൽകേണ്ടി വന്നു എന്നതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശന വേളയിലായിരുന്നു ഈ സമ്മാനം ജിൽ ബൈഡനായി തന്നെ മോദി നൽകിയത്. അന്ന് ജിൽ ബൈഡൻ മോദി സമ്മാനിച്ചത് 7.5 ക്യാരറ്റ് ഭാരമുള്ള ഒരു ലാബ് ഗ്രോൺ ഡയമണ്ട് ആയിരുന്നു. ഇന്ത്യ ആഗോള ലാബ് നിർമ്മിത വജ്ര വ്യവസായത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളുടെ പ്രതീകമായിട്ടായിരുന്നു ഈ സമ്മാനം നൽകിയതെന്നതും അന്ന് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. വജ്രത്തിന്റെ ആ ഒരു പ്രത്യേകതയും അതിന്റെ രൂപകൽപ്പനയും തന്നെ ആകർഷിച്ചുവെന്നും ജിൽ ബൈഡൻ ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. വജ്രം കണ്ടപ്പോൾ അത് സ്വന്തമാക്കി സൂക്ഷിക്കണമെന്ന ആഗ്രഹം തോന്നിയെന്നും അവർ തുറന്നു പറയുകയാണ്. എന്നാൽ അമേരിക്കൻ നിയമങ്ങൾ അതിന് അനുവദിക്കില്ല. വിദേശ രാഷ്ട്രീയ തലവന്മാരിൽ നിന്നോ വിദേശ സർക്കാരുകളിൽ നിന്നോ ലഭ്യമാകുന്ന വില കൂടിയ സമ്മാനങ്ങൾ വ്യക്തിപരമായി കൈവശം വെക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങളാണ് അമേരിക്കയിൽ നിലവിലുള്ളത്. നിശ്ചിത മൂല്യത്തിന് അതിന് മുകളിലുള്ള സമ്മാനങ്ങൾ സാധാരണയായി തന്നെ ദേശീയ ആർക്കൈവുകളിലേക്കോ അല്ലെങ്കിൽ സർക്കാർ രേഖകളിലേക്കോ മാറ്റേണ്ടതുണ്ട്. ജിൽ ബൈഡന്റെ വെളിപ്പെടുത്തൽ പ്രകാരം വജ്രത്തിന്റെ വില സർക്കാർ നിശ്ചയിച്ച നടപടിക്രമങ്ങൾ പ്രകാരം അടച്ചത് അത് സ്വന്തമാക്കാൻ താൻ ആലോചിച്ചിരുന്നതായും തന്നെ പറയുന്നു. പ്രധാനമന്ത്രി മോദി തന്നെ അതിന്റെ നിർമ്മാണ ചെലവായ ഏകദേശം $2,500 ആ ഒരു വിവരങ്ങളും ബില്ലും കൈമാറിയിരുന്നുവെന്നും അവർ ഓർക്കുന്നതായി തന്നെ ആ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന നിമിഷം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളും നിയമപരമായ നടപടിക്രമങ്ങളും കാരണം ആ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു. ഒടുവിൽ വജ്രം സർക്കാർ രേഖകളിലേക്ക് കൈമാറുന്ന അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സമ്മാനം അന്ന് വലിയ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ലാബ് ഗ്രോൺ ഡയമണ്ടുകളുടെ ഉൽപാദനത്തിലും കയറ്റുമതിയിലും ഇന്ത്യയുടെ വളർച്ചയായ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു നയതന്ത്ര സന്ദേശം കൂടിയാണ് അവിടെ അന്ന് ജനിച്ചത്. അതേപോലെ തന്നെ ഔദ്യോഗിക സമ്മാനങ്ങൾ പോലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായി മാറുന്നു എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി തന്നെ ഈ സംഭവം ഇവിടെ മാറുകയാണ്. വർഷങ്ങൾക്കിപ്പുറം പോലും ആ സമ്മാനം ജിൽ ബൈഡന്റെ ഓർമ്മകളിൽ പ്രത്യേക സ്ഥാനമുണ്ട് എന്നത് അതിന്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. മോദി സമ്മാനിച്ച ആ വജ്രം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുവെന്നും പക്ഷേ അമേരിക്കൻ നിയമങ്ങൾ വഴിമുട്ടി അതുകൊണ്ട് വലിയ രീതിയിൽ മുൻ പ്രഥമ വനിതയായ ജിൽ ബൈഡന്റെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായി മാറുകയാണ്. വൈറ്റ് ഹൗസിലെ കാലാവധി കഴിഞ്ഞതോടുകൂടി തന്നെ ഈ മോതിരം അവർ ഗവൺമെന്റ് സംഭരണശാലയിലേക്ക് തിരികെ നൽകി. അവിടെയുള്ള ലക്ഷക്കണക്കിന് പ്രസിഡൻഷ്യൽ സമ്മാനങ്ങൾക്കൊപ്പം തന്നെ ഈ വജ്ര മോതിരവും സൂക്ഷിച്ചിരിക്കുകയാണ്. തനിക്ക് ലഭിച്ച മറ്റു ചില സമ്മാനങ്ങളെക്കുറിച്ചും ജിൽ ബൈഡൻ പുസ്തകത്തിൽ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ഫ്രഞ്ച് പ്രഥമ വനിതയായ ബ്രിജിത്ത് മാക്രോൺ സമ്മാനിച്ച ബ്രേസ്ലെറ്റ് അതിന്റെ വൈകാരിക മൂല്യം കാരണം ജിൽ ബൈഡൻ സ്വന്തം പണം നൽകി ഗവൺമെന്റിൽ നിന്നും വാങ്ങുകയും ഇപ്പോഴും താനത് ധരിക്കുന്നുണ്ട് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.